തൊണ്ണൂറുകളിലെ കേരളമാണ് കാലഘട്ടം. അന്നൊക്കെ അരമണിക്കൂർ പവർ കട്ട് അഥവാ ലോഡ് ഷെഡിങ് പതിവായിരുന്നല്ലോ. ഒരു സ്കൂൾ കുട്ടിയായിരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയവും അത് തന്നെയായിരുന്നു. കാരണം ആ സമയത്ത് അമ്മ പഠിക്കാൻ നിർബന്ധിക്കില്ല. അമ്മൂമ്മയുടെ മടിയിൽ ഒരു റാന്തൽ വെളിച്ചത്തിൽ കിടന്ന് എത്ര വേണമെങ്കിലും കഥകൾ കേൾക്കാം. അതീന്ദ്രിയജാല കഥകളുടെ സ്പെഷ്യലിസ്റ്റായിരുന്ന അമ്മൂമ്മ ഒരു ഫസ്റ്റ് ഹാൻഡ് വിറ്റ്നസിൻ്റെ ലാഘവത്തോടു കൂടി ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞു തരും. ഞങ്ങളുടെ വീടിൻ്റെ തെക്കേ തൊടിയിൽ ഒരു വലിയ പാലമരം ഉണ്ടായിരുന്നു. പാലപ്പൂ പൂക്കുന്ന സമയത്ത് മിക്കവാറും മഴയോ അല്ലെങ്കിൽ കാറ്റോ ആയിരിക്കും. ഈ പാലപ്പൂ മണം കാറ്റിലിങ്ങനെ ഒഴുകി വീട്ടിലെത്തുമ്പോൾ അമ്മ പറഞ്ഞു തരിക സുന്ദരികളായ യക്ഷികളുടെയും ഗന്ധർവന്മാരുടെയും മാടൻ്റെയും മറുതയുടെയും ചാത്തൻ്റെയും ഒക്കെ കഥകളായിരിക്കും. അക്കൂട്ടത്തിൽ എന്നിലേക്ക് ഒഴുകി എത്തിയ ഒരു കഥയാണ് ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസിൻ്റേത്. ആദ്യമായാണ് ഞാൻ അങ്ങനെ ഒരു കഥ കേൾക്കുന്നത്. കഥയിലെ നായകൻ മറ്റാരുമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തറവാട്ടിൽ ജീവിച്ചിരുന്ന ഒരു മുത്തശ്ശനായിരുന്നു അത്. മരണാസന്നനായ മുത്തച്ഛൻ്റെ മരണം ഏതാണ്ട് ഉറപ്പിച്ച് ബന്ധുമിത്രാദികളെല്ലാം ഒത്തുകൂടുകയും മരണാനന്തര ചടങ്ങുകൾ വരെ ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ച നിമിഷത്തിൽ മുത്തച്ഛനുണ്ടായ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കഥ. തൻ്റെ ഉറക്കത്തിൽ തൻ്റെ കാലിൽ ആരോ കയർ കെട്ടി വലിക്കുന്നതായി മുത്തച്ഛൻ അനുഭവപ്പെട്ടു. അദ്ദേഹം ഒരു വലിയ ടണലിലേക്ക്, ഇരുട്ടുമൂടി ഒരു വലിയ ടണലിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഒരുപാട് യാത്ര ചെയ്തതിന് ശേഷം അദ്ദേഹം എത്തിപ്പെട്ടത് ഒരുപാട് വെളിച്ചമുള്ള ഒരു ലോകത്തിലായിരുന്നു. അവിടെ 2 പേരിരുന്ന് അദ്ദേഹത്തിൻ്റെ ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ആ ബുക്ക് വായിച്ചിട്ട് അവർ പറഞ്ഞു, ഇതിവൻ്റെ സമയമല്ല, ഇവനെ വിട്ടേക്കൂന്ന്. ആ സമയത്ത് കാലിലെ കയറിൻ്റെ കെട്ടുപൊട്ടി മുത്തശ്ശൻ നിലത്ത് താഴെ വീണുവെന്നും കണ്ണ് പെട്ടെന്ന് തുറന്ന് മുത്തശ്ശനെ കണ്ട ആളുകൾ പരിഭ്രാന്തരായി എന്നും പിന്നെ മുത്തശ്ശൻ ഈ കഥയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നൊക്കെയാണ് അമ്മമ്മ വളരെ ലാഘവത്തോടെ എന്നോട് പറഞ്ഞു തന്നത്. ഒരു കാര്യം കൂടെ അമ്മമ്മ കൂട്ടിച്ചേർത്തു. തറവാട്ടിലെ സ്ത്രീകൾ അടുത്ത ദിവസം മുത്തശ്ശൻ്റെ കാലിൽ നോക്കിയപ്പോൾ കാലിലൊരു കയറ് കെട്ടിയ പാടുണ്ടായിരുന്നു എന്ന്. ഇതൊക്കെ കേട്ട് പേടിച്ചിരുന്ന എന്നോട് ഇതൊന്നും ഇപ്പം നടക്കുന്ന കാര്യമില്ല, ഇതൊക്കെ ഏതോ കഥകളാണ്, പാടിപ്പതിഞ്ഞ് വന്നവയാണ് എന്ന് അമ്മമ്മ പറഞ്ഞു തന്നു. വർഷങ്ങൾക്കിപ്പുറം ദ ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലറായ ഡൈങ് ടു ബി മീ എന്ന് പറയുന്ന ഒരു ബുക്ക് എന്നിലേക്ക് വന്നപ്പോഴാണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് വീണ്ടും എനിക്ക് കുറച്ച് അറിവുകൾ ഉണ്ടായത്. അത് രചിച്ചത് ഇന്ത്യൻ വംശജയായ അനിത മൂർജാനി എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അവർ തനിക്കുണ്ടായ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ് ഈ ബുക്കിലൂടെ എഴുതി വച്ചിരിക്കുന്നത്. 2002 ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ പിടിപെടുകയും 2006 അത് മെറ്റാസ്റ്റാസിസ് ആയി ശരീരം മുഴുവൻ സ്പ്രെഡായി വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോയി. 30 മണിക്കൂറിലധികം കോമയിൽ കിടന്ന അനിത തനിക്കുണ്ടായ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടെ വെച്ച് അനിത തൻ്റെ ഒരു ഒബ്സർവറായി തൻ്റെ ശരീരത്തെ കണ്ടുവെന്നും തൻ്റെ ഡോക്ടേഴ്സിനെയും ഭർത്താവിനെയും കണ്ടുവെന്നും പിന്നെ അവിടെ ഒരു സ്പിരിച്വൽ റിലമിലെത്തിയെന്നും അവിടെ വെച്ച് തൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും തന്നോട് വിശദീകരിക്കപ്പെട്ടുവെന്നും അവിടെ വെച്ച് മരിച്ചുപോയ തൻ്റെ അച്ഛനെയും കൂട്ടുകാരിയെയും കണ്ടുവെന്നും അവർ ഫിയർലെസ് ആയ ഒരു ലൈഫ് ജീവിക്കാൻ പറഞ്ഞ അനിതയെ തിരിച്ചു വിട്ടു എന്നുമാണ് പറയുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, ക്രിട്ടിക്കലായി കോമയിൽ പോയി ആ ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് ക്യാൻസർ ഉണ്ടായിരുന്ന അനിതയ്ക്ക് വെറും 4 ദിവസങ്ങൾക്കുള്ളിൽ 70% ക്യാൻസർ ബോഡിയിൽ ഷ്രിങ്കായിപ്പോയി. മാത്രമല്ല വെറും 5 ആഴ്ചകൾ കൊണ്ട് ക്യാൻസർ വിമുക്തിയായി അവർ ഹോസ്പിറ്റൽ വാസം വിട്ടുവെന്നും നാളെ ഇതുവരെ ക്യാൻസർ പിടിപെട്ടിട്ടില്ല എന്നുള്ളതുമാണ് സാക്ഷ്യം. അനിത ഒരുപാട് ബുക്കുകൾ രചിച്ചു. ഇപ്പോൾ ഒരു പ്രാസംഗികയും ടീച്ചറും ഒക്കെയാണ്. മതത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ചട്ടക്കൂടുകളിൽ ഒതുങ്ങാത്ത ഒരിടമുണ്ട് മനസ്സിൽ. ഒരു ചെറിയ ജനൽപ്പാളിയാണിത്. അതിലൂടെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അത് വളരെ മനോഹരവും വിശാലവുമാണ്. അവിടെ ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റും. ഒരു ജഡ്ജ്മെൻറ്റോ മുൻവിധിയോ ഒന്നും ഇല്ലാതെ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും, അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ. അവിടേക്ക് ഒരു അറ്റാച്ച്മെൻറ്റോ ഡിറ്റാച്ച്മെൻറ്റോ ഒന്നും ഇല്ലാതെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് അറിവുകളുണ്ട്, നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള എക്സ്പീരിയൻസസ്. ഇതിൻ്റെ സത്യം തേടിപ്പോയ എനിക്ക് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ കാണാൻ പറ്റി. അതൊക്കെ അനുഭവിച്ച മനുഷ്യർ പറഞ്ഞ കാര്യം ഒന്നേ ഉള്ളൂ: സ്നേഹമാണ് സാരമൊഴിയിൽ, പരസ്പരം സ്നേഹിക്കുക.